അർജന്റീന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ തന്നെ ഫുട്ബോളിൻ്റെ ഒരു ഈറ്റിനോ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത് മറഡോണ തന്നെയാണ്. അപ്പം മറഡോണയുമായി അതിനാണ് ഈ അർജന്റീന ലോകത്ത് ആരാധകർ. ഇപ്പം മെസ്സി വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മറഡോണ തന്നെയാണ് അർജന്റീന എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൽ ആ ഫുട്ബോളിൻ്റെ ആവേശം നൽകാൻ കാരണം. മറഡോണ ആ മികവ് കൊണ്ട് തന്നെ അങ്ങോട്ട് ആയിപ്പോയതാണ്. ശരി, ജനങ്ങൾക്ക് ഒരാളെ അറിവല്ല പറ്റില്ല. അപ്പോൾ പലർക്കും പല അറിവിൽ നിന്നും പഠിക്കാനുണ്ട്. ഒരാൾ പൂർണ്ണമായിട്ട് അറിവുണ്ടെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പം അങ്ങനെ കൂടി ചർച്ച ചെയ്യാറിഞ്ഞാൽ ഒരു മഹത്തര സംഭവം തന്നെയാണ്. അപ്പം സൈഫുവിനെ അറിയാം. സൈഫു ഈ ചാനലിലൊക്കെ ഇന്ദ്രജാലം കൊണ്ട് സാഹിത്യപരമായിട്ട് സംസാരിക്കുന്ന ആളാണ്. പിന്നെ അർജൻറ്റീന കളിക്കാരെ കുറിച്ചിട്ടും ഏത് ടീമിനെ കുറിച്ചിട്ടും പിന്നെ ബസീർക്ക ഞങ്ങൾ പിന്നെ കൂടെ നടന്ന ഒരുപാട് നാൾ കളി ടീം ഒന്നാണ്. പിന്നെ കമാൽക്കനെ പറയുകയാണെങ്കിൽ കമാൽക്ക ഏതൊരു വേൾഡ് കപ്പ് വരുന്ന സമയത്തും ചന്ദ്രിക ലേഖനം വിശദമായി എഴുതുന്ന ഒരാളാണ്. കാരണം ആ ലേഖനം ലോകകപ്പ് ആകുന്ന സമയത്ത് ഓരോ രാഷ്ട്രത്തിൻ്റെ പിന്നെ ഘടന, ആ രാഷ്ട്രത്തിന് എത്ര മുന്നോട്ട് പോകും, ആ രാഷ്ട്രം ഏതൊക്കെ റോഡിലേക്ക് കടക്കും, അതിൻ്റെ ഡിഫൻസ് എങ്ങനെ ആയിരിക്കും, യോഗ്യത റൗണ്ട് കടന്നു വരുന്നത് എങ്ങനെ ആയിരിക്കും, എങ്ങനെയാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പൂർണ്ണമായിട്ട് എഴുതുന്ന ലേഖനം എഴുതുന്ന ചന്ദ്രികയിൽ എഴുതുന്ന ഒരാളാണ് കമൽക്ക. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന ഒരു പത്രം കൂടിയാണ് ചന്ദ്രിക. ലേഖനം ലോകകപ്പൊക്കെ കാണുന്ന സമയത്ത് ഒരു ആവേശമാണ് നിങ്ങളെ ലേഖനം വായിക്കാൻ. കാരണം ഇനിയിപ്പോൾ 2026 ലോകകപ്പ് വരാൻ പോവാണ്. 6 മാസമാണ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ 3 കോൺകാഫ് മേഖലയിൽപ്പെട്ട രാഷ്ട്രങ്ങളാണ്. അവിടെ വെച്ചിട്ടാണ് ഈ കളി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നടങ്ങൾ കൂടുതൽ ലേഖനം എഴുതേണ്ടി വരും. കാരണം 48 രാഷ്ട്രമാണല്ലോ. ഇതുവരെ 32 രാഷ്ട്രം, ഇനി 48 രാഷ്ട്രമാണ് ലോകകപ്പ് കളിക്കാൻ പോണത്. അപ്പോൾ നേരെ പോയി രാജ്യത്തിനൂടെ ലേഖനം എഴുതാൻ കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വരും. പിന്നെ നമ്മുടെ രാഷ്ട്രം ഇതുവരെ പിന്നെ 32 രാജ്യം ഇനി ലോകകപ്പിൽ കളിച്ചത്. ഖത്തർ ലോകകപ്പോടുകൂടി കഴിഞ്ഞ് ഇനി 48 രാഷ്ട്രമാണ് അമേരിക്ക, മെക്സിക്കോ, കാനഡയിൽ വെച്ച് നടക്കാൻ പോണ ലോകകപ്പ്. 6 മാസം കൂടിയുള്ളൂ. ഇതൊക്കെ കളിക്കുമ്പോൾ നമ്മുടെ രാജ്യം 130-40 കോടി ജനങ്ങളുടെ ഈ രാഷ്ട്രം ഇതുവരെ ലോകകപ്പ് കളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വളരെ ഒരു സങ്കടം തന്നെയാണ്. കാരണം ഇപ്പം നമ്മൾ കുറ്റം പറയല്ല, ലോക ഫുട്ബോൾ ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം എല്ലാ രാജ്യങ്ങളിലും ഗെയിം ഫുട്ബോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കേപ്പർത്തെ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യം തന്നെ ഇപ്പോൾ നമ്മൾ കേൾക്കുകയാണ്. 5 ലക്ഷം ജനസംഖ്യ മാത്രമേ കേപ്പർത്തെ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യം, സെനഗലിൽ നിന്ന് 460 കിലോമീറ്റർ അകലെ സെനഗലിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് സമൂഹം, ദ്വീപ് ചെറിയൊരു രാഷ്ട്രമാണ് കേപ്പർത്തെ. ആ കേപ്പർത്തെ 5 ലക്ഷം ജനസംഖ്യയുള്ള ഒരു രാജ്യം ലോകകപ്പ് കളിക്കാണ്. ആ രാജ്യം തന്നെ ഇപ്പം നമ്മൾ കേൾക്കുകയാണ് ആഫ്രിക്ക. അതാണ് പറയുന്നത് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഫുട്ബോൾ ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞ വലിയ വലിയ ലാറ്റിൻ അമേരിക്ക ശക്തമായ രാജ്യം അമേരിക്ക, അർജന്റീന, ബ്രസീൽ, ജർമ്മനി, സ്പെയിൻ, അതുപോലത്തെ ശക്തമായ രാജ്യങ്ങൾ കൊണ്ട് ബർപ്പിക്കുന്ന ഒരു കാലഘട്ടം കടന്നു പോണ്. ഫാറോ ഐസ്ലാൻഡ്സ് യൂറോപ്പിൽ നിന്ന് വരുന്നു. അത് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന യൂറോപ്പ് രാജ്യമാണ്. ഇന്നെ പരാജയപ്പെടുത്തി ലോകകപ്പിൻ്റെ അരികിലെത്തിയിരിക്കുകയാണ്. അപ്പം അതാണ് പറയുക, 55,000 ജനങ്ങളുള്ളൂ അതിന് പറഞ്ഞത് ആ രാജ്യത്ത്. അതാ പറഞ്ഞത് അത്ര ശക്തി ആർജിച്ചിരിക്കുകയാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഈ 48 രാജ്യമായിട്ട് കളിക്കാൻ കഴിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഖത്തർ, സൗദി അറേബ്യ യോഗ്യത നേടി. ഇത് നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാകുമ്പോൾ സ്വാധീനം കൊണ്ടിട്ട് പല കഴിവുള്ള കളിക്കാരും ആ കളിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അവിടെ ജനാധിപത്യത്തിലാണല്ലോ അവിടെ പറയും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നല്ല കഴിവുള്ള കളിക്കാരൊക്കെ സമ്മർദ്ദത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യം അത് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് നഷ്ടപ്പെട്ടു പോകണം. ജനാധിപത്യത്തിന് പവറുണ്ട്. അപ്പോൾ നല്ല കഴിവുള്ള കളിക്കാരാണ് സ്വാധീനത്തിൽ സമയം കളിക്കാൻ കാണാൻ സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും. ബ്രസീലൊന്നും അങ്ങനെയല്ല. 94 റൊമോറോ എന്ന് പറഞ്ഞ കളിക്കാരെ എടുക്കണമെന്നുള്ളത് ബ്രസീൽ പ്രസിഡന്റ് പോലും ആവശ്യപ്പെട്ടിട്ട് ബ്രസീൽ കോച്ച് സ്കൊളാരിയാണ് എടുത്തില്ല. അങ്ങനെ എടുക്കാതെ 98 ലോകകപ്പ് ഫ്രാൻസ് ലോകകപ്പിൽ അത് ബ്രസീൽ ഫ്രാൻസിന് മുമ്പിൽ മാത്രമാണ് കീഴടങ്ങിയത് ആ സിദാൻ്റെ പവർ കൊണ്ട്. അപ്പോൾ റൊമോറിയനെ എടുക്കണം. ബ്രസീൽ പ്രസിഡന്റ് പോലും പറഞ്ഞിട്ടോടി 94 അമേരിക്കൻ ലോകകപ്പ് സംഭവിച്ചത്. അവൾ പോയിട്ട് കോച്ച് എടുത്തില്ല. റൊമാറിയ അന്ന് ഫിറ്റല്ല ഓർഡ ആ എടുക്കാത്ത സാഹചര്യം. അതാണ് അവിടുത്തെ സിസ്റ്റം. ആ സിസ്റ്റമാണ് ഇവിടുത്തെ പ്രശ്നം വരുന്നത്. പിന്നെ 29 സ്റ്റേറ്റുള്ള നല്ല ചെറുപ്പത്തിലെ പിന്നെ ബസീർ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ അക്കാദമികളൊക്കെ ഉണ്ട് സ്പെയിനിൽ. പല രാജ്യത്ത് മെസ്സിയൊക്കെ രോഗം പിടിപെട്ട സമയത്തൊക്കെ മരിക്കുന്ന സമയത്തൊക്കെ വയസ്സിലാണ് അക്കാദമിയുടെ പുറമാണ്. ഇവിടുത്തിലാണ് ലോക നെറുകയിൽ മെസ്സി പറ്റി.
അങ്ങനത്തെ അക്കാദമിയൊക്കെ തുറന്നിട്ട് 29 സ്റ്റേറ്റ് ഉണ്ട്. അതിനുള്ളിൽ കഴിവുള്ള കളിക്കാരൊക്കെ വാർത്തെടുത്ത 48 രാജ്യം. അടുത്ത ലോകകപ്പ് അതിൽ കൂട്ടുന്ന പറയുന്നത്. 100ാം വാർഷികം ലോകകപ്പ് 30. 6 രാജ്യത്താണ് കളി നടക്കുന്നത്. സ്പെയിൻ, പോർച്ചുഗൽ, ഉറുഗ്വേ, പരാഗ്വേ, അർജന്റീന, മൊറോക്കോ. അങ്ങനെ 3 വൻകരയിൽ ഇത് കളി നടക്കുന്ന സമയത്ത്, ഇത്രയും വലിയ രാജ്യം ഉണ്ടാകുന്ന സമയത്ത് ഒരു പക്ഷേ യോഗ്യത നേടാൻ ഗണിതറിഞ്ഞപ്പോൾ ഖത്തറൊക്കെ യോഗ്യത നേടി, അവിടെ സൗദി അറേബ്യ നേടി. കേടാളിയൊന്നുമില്ല. അപ്പോൾ ഒക്കെ ഏഷ്യയിൽ ബഹ്റൈൻ, അവിടെ കുവൈത്ത്, സൗദി അറേബ്യയിലൊക്കെ ഇന്ത്യ കടപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഈ പ്രാവശ്യം 40 കൂടും അടുത്ത കൊല്ലം പറയും. അത് കഴിഞ്ഞാൽ പിന്നെ കൂടാൻ പ്രയാസമാണ്. 100ാം വാർഷികമായിട്ടായിരിക്കും, പിന്നെ 34 48 അപ്പോൾ അങ്ങനെ ഇന്ത്യക്ക് കളിക്കാം. അപ്പോൾ നമ്മൾ രാജ്യ ലോകകപ്പ് കളിക്കുമ്പോൾ ഒരു ആവേശമാണ്. അപ്പോൾ കളിക്കാൻ സാധിക്കും. ഇക്കൊല്ലം അതാണ് കഴിയില്ല. അപ്പോൾ അടുത്ത കൊല്ലം ശ്രമിച്ചാലൊക്കെ കിട്ടാൻ. അപ്പോൾ ജനാധിപത്യത്തിലൊരു റെക്കമെൻഡിലേക്ക് പോകും. അതുകൊണ്ടാണ്. പിന്നെ മെസ്സിനെ സംബന്ധിച്ചോളം, ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നേ പറഞ്ഞതാണ്, ഇന്ത്യയിൽ കേരളത്തിൽ അർജന്റീന വരുമോ എന്നുള്ള സംശയമാണ്. കാരണം ഈ ലാറ്റിൻ അമേരിക്കയിൽ ആ സമയത്ത് ലോകകപ്പിൻ്റെ സമയമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആ സമയത്ത് ഇനിയിപ്പോൾ വരികയാണെങ്കിൽ ലോകകപ്പ് കളിച്ചിട്ട് 1-2 കളിക്കാർ വരും എന്നുള്ള ഇതുണ്ടായിരുന്നു. അവിടെ എൻസോ ഫെർണാണ്ടസും, അവിടെ മക്കാലിസ്റ്റർ, ഡീപോള്, അവിടെ റൊബോറോ, അവിടെ കോച്ച് ലെസ്കലോണി, മൊത്തം കളിക്കാർ വരും നമ്മൾ സംസാരിക്കും. ഇപ്പോൾ പറയും ഫിഫൻ്റെ കുറ്റം പറയാണ്. ഫിഫ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ അന്നില്ലേ, ഇപ്പം ഇന്നലെ എല്ലാം ഉണ്ടായി. അപ്പോൾ ശരിക്കും കാര്യങ്ങൾ നീക്കാത്ത ഫലമാണ് അർജന്റീന വരാൻ. ഇപ്പൊ ഫിഫനെ പറയാണ്. ഫിഫ എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ ഇന്നലെ ഫിഫ ഉണ്ടായി. അപ്പൊ അത് ശരിക്കും കാര്യങ്ങൾ ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീന ഫെഡറേഷൻ ഇതുപോലെ പ്രശ്നങ്ങളാണ് വന്നത്. ഇനിയിപ്പോ ലോകകപ്പ് വരുന്ന സമയത്ത് ഇനി വരും തോന്നില്ല. അപ്പൊ അതുകൊണ്ട് വരാൻ പ്രയാസനാണ്. ഇപ്പൊ പ്രാർത്ഥന കേൾക്കുന്നത് അർജന്റീന കളിക്കൂല എന്നാ പറഞ്ഞത്. ആഫ്രിക്കയിൽ പോയി കളിക്കുന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പോയി നടക്കൂല. മെസ്സി വരൂല എന്ന് പറഞ്ഞപ്പോ വിഷമവും ദുഃഖവും നിരാശയൊക്കെ തോന്നിയോ? മെസ്സി വരൂല എന്ന് അങ്ങനെയല്ല, ദുഃഖമല്ല. മെസ്സി ഇപ്പോൾ നമ്മൾ ബന്ധില്ല. മെസ്സിൻ്റെ എല്ലാ ശക്തമായ കളികളും ലോകത്തിനറിവിൽ എല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഖത്തർ ലോകകപ്പിൽ നമ്മൾ ശക്തമായ പോരാട്ടത്തിൽ കിരീടം ഉയർത്തി. ഇന്ത്യയിൽ വന്ന് കളിച്ചില്ല, ദുഃഖമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ മലയാളി ഈ ഖത്തർ ലോകകപ്പ് നേടാൻ കാരണം ഈ കേരളമാണ്. ഇത്ര ആവേശം നൽകുന്നത് അർജന്റീന ടീമിൻ്റെ അറിയാം. അപ്പൊ കേരളത്തിൽ വന്ന് കളിക്കുമ്പോൾ നമുക്കൊരു ആവേശമാണല്ലോ. ആ അടിസ്ഥാനത്തിൽ വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതിനെ ബന്ധപ്പെട്ട പ്രശ്നം വന്നാണ്. അതുകൊണ്ട് ഇനിയിപ്പം വരും എന്നുള്ളത് ഉറപ്പ് വരാത്തൊരു സാഹചര്യം. ഒറ്റ കാര്യം കൂടി, കമാൽക്ക് അർജന്റീനയെ അർജന്റീനക്കാർ പോലും ഇത്രയധികം സ്നേഹിച്ചു കാണില്ല. അത്രയും സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. അപ്പം എനിക്ക് അതെ അതിലേക്ക് ഞാൻ വരുന്നത്, അതായത് ഒരു 98-ലോ അല്ലെങ്കിൽ 96-ലോ ഒക്കെ അരീക്കോടൊക്കെ പോയിട്ട് കോപ്പ കണ്ട ഒരു പഴയ ചരിത്രമുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് കിട്ടാവുന്ന സ്ഥലത്ത് പോയിട്ട് കോപ്പ അമേരിക്ക കണ്ട ഒരാൾ. അങ്ങനെ ഒരു മറഡോണയ്ക്ക് ശേഷം ഒരു ലോകകപ്പ് കൂടി അർജന്റീന നേടണമെന്ന് അങ്ങനെ ആഗ്രഹിച്ച് നടന്നൊരു മനുഷ്യൻ അവസാനം ഖത്തറിലൊരു വേൾഡ് കപ്പ് വരുന്നു. മെസ്സി ആ വേൾഡ് കപ്പിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന ചാമ്പ്യന്മാരാകുന്നു. അതുവഴി ഒരു വീടും അദ്ദേഹത്തിന് ലഭിക്കുന്നു. വെച്ചാൽ ലോകത്താകമാനമുള്ള കായിക പ്രേമികൾ ഈ മനുഷ്യനെ കുറിച്ച് അറിയുന്നു. ആ അറിയുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ സഹായിക്കുന്നു. അങ്ങനെ ഒരു വീടാകുന്നു. ആ വീടിന് ഇപ്പോൾ അർജന്റീനയുടെ പതാകയുടെ നിറമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നിയോഗമാണ്. എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യം, എങ്ങനെയാണ് ഈ അർജന്റീന ടീമിനെ ഇത്രമേൽ സ്നേഹിച്ചതും ഹൃദയത്തിലേറ്റിയത്? അർജന്റീന ടീമിനെന്ന് പറഞ്ഞാൽ 86 മെക്സിക്കോ ആദ്യത്തെ വഹിച്ച ലോകകപ്പിന് ആദ്യമായിട്ട് അർജന്റീന കിരീടം നേടുന്നു. അന്ന് മറഡോണ, കരീജിയ കൂട്ടുകെട്ടാണല്ലോ. അന്നിപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് കളിച്ച. പിന്നെ ഇറ്റലി ലോകകപ്പ് 90-ലാണ് അർജന്റീന കളി നമ്മൾ കളിച്ചത്. അന്ന് പിന്നെ മറഡോണ 86 90 പിന്നെ കളിച്ചല്ലോ. അന്ന് കനീജിയ പിന്നെ മെസ്സിൻ്റെ കൂട്ടുകൂടി ജർമ്മനിയോടാണല്ലോ അവസാനം നിവാദ ഗോളിന് പരാജയപ്പെട്ടു പോവാണ് ഫൈനലിൽ. അപ്പോൾ അവിടെ തൊട്ട് അർജന്റീന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ തന്നെ ഫുട്ബോളിൻ്റെ ഒരു ഈറ്റിനോ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത് മറഡോണ തന്നെയാണ്. അപ്പം മറഡോണനായി അതിനാണ് അർജന്റീന ലോകത്ത് ആരാധകർ. ഇപ്പം മെസ്സി വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മറഡോണ തന്നെയാണ് അർജന്റീന എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൽ ആ ഫുട്ബോളിന് ആവേശം നൽകാൻ കാരണം. മറഡോണ ആ മികവ് കൊണ്ട് തന്നെ അങ്ങോട്ട് ആയിപ്പോയതാണ്. ശരി, മെസ്സിയാണോ മറഡോണ എന്ന് ചോദിച്ചാൽ അത് 50-50 തന്നെയാണ്. കാരണം 86-ൽ അർജന്റീന സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ കളി ഗോൾ കീപ്പർ സിൽട്ടൺ അടക്കം വെച്ചിട്ട് ഇംഗ്ലണ്ടിനെതിരെ ഗോൾട്ടൊക്കെ നമ്മൾ ഇപ്പോഴും ഫിഫ റാങ്കിൽ ആ പിന്നെ ലോക ഫുട്ബോളിൽ മറഡോണയുടെ 56 ഗോൾ മറികടക്കാൻ കഴിഞ്ഞില്ല. അത് ഇംഗ്ലണ്ടിന് എതിരാളി ക്വാർട്ടർ മത്സരത്തിൽ. അതേമാതിരി ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലാണ് മെസ്സി. കാരണം അന്ന് മറഡോണ ലോക ചാമ്പ്യനാക്കി കൊടുത്ത് ഇപ്പം മെസ്സി ലോക ചാമ്പ്യനാകും. അതിന് 50-50 ആയിട്ട് മാത്രമേ കാണാൻ പറ്റും.